അങ്ങേയറ്റം സമരോത്സുകമായ കരുത്തും കെട്ടുപോകാത്ത ഊർജ്ജ പ്രസരിപ്പും കൊണ്ട് മലയാളത്തെ വിസ്മയിപ്പിച്ച നടിയാണ് ഭാവന. ഭാവനയുടെ സിനിമാ പ്രവേശത്തെക്കുറിച്ചാണ് നക്ഷത്രപ്പിറവിയിൽ ഈ ലക്കം. നമ്മൾ എന്ന ചിത്രത്തിലെ പരിമളം എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഭാവനയും ഭാവനയുടെ ആദ്യ സംവിധായകൻ കമലും. പതിനഞ്ചാം വയസ്സിലാണ് ഭാവനയുടെ കയ്യിൽ പരിമളം എന്ന കഥാപാത്രത്തെ കൊടുക്കുന്നത്. അതിനുള്ള ധൈര്യം എങ്ങനെയായിരുന്നു? യാദൃശ്യമായിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഭാവന കഥാപാത്രത്തിലേക്ക് വന്ന് ചേരുന്നത്. നമ്മൾ എന്ന് പറയുന്ന സിനിമ മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളും പുതുമുഖങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓഡീഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് തൃശ്ശൂർ ഞങ്ങൾ കുറേ കുട്ടികളെ ഓഡീഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കാൻ അതിലൊരു മറ്റ് ക്യാരക്ടറുണ്ടല്ലോ, ഒരു കോളേജ് കുട്ടിയുണ്ടല്ലോ, ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഓഡീഷനാണ് ഭാവന വന്നത്. പക്ഷെ ഭാവന വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഭാവനയുടെ പ്രത്യേക രീതിയിലുള്ള ഒരു ശൈലിയും പിന്നെ വളവളവളാന്നിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ ഇന്നസെൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കൗതുകം തോന്നിയാണ്. മറ്റേ ക്യാരക്ടർ ചെയ്യിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അത് കമ്പാരിറ്റീവ്ലി ചെറിയ റോളാണ്, എന്നാലും അങ്ങനെ അന്ന് പറഞ്ഞില്ല ഭാവനയോട്. പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം അവർ വന്നു. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ അടുത്ത് പറഞ്ഞു, നമുക്കൊന്ന് മേക്കപ്പ് ചെയ്ത് നോക്കാം. എന്നിട്ടൊന്നും ഇഷ്ടമില്ല, ഇങ്ങനെ ഒരു കറുത്ത മേക്കപ്പാണ് ചെയ്യുന്നത്. മേക്കപ്പ് മാനെ വരുത്തിയിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് മാൻ കരിവാരിയൊക്കെ തേച്ച് അതുപോലെ കോസ്റ്റ്യൂമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭാവന അങ്ങ് അപ്സെറ്റായി. കാരണം അയ്യോ, അത് നല്ല ഗ്ലാമറുള്ള കുട്ടിയല്ല, അല്ല വെളുത്ത കുട്ടിയല്ലേ, ഇങ്ങനെ ഒരു റോൾ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു വെറുതെ ഫോട്ടോ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോയിൽ കുറച്ചെടുത്തു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം ഇത് ഭാവനയ്ക്ക് ചെയ്യാൻ പറ്റും ക്യാരക്ടർ എന്നുള്ള രീതിയിൽ. പക്ഷേ ഭാവനയോട് പറയാനായിട്ട് ഇത് 2 ദിവസം വെയിറ്റ് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. മറ്റേ ക്യാരക്ടറിന് രേണുക മേനോനെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഭാവനയോട് പറയുന്നത്. ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഞങ്ങളെല്ലാവരും ഞെട്ടിച്ചു എന്നുള്ളതാണ്. കാരണം പറഞ്ഞു കൊടുത്ത ഡയലോഗും ആ ആക്ഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു എന്നുള്ളതാണ്. ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും ഭാവന അങ്ങനെ തന്നെയായിരുന്നു, നമ്മളെ ഓരോ ഷോട്ടുകളിലും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കമൽ എന്ന ഏറ്റവും പ്രഗത്ഭനായ സംവിധായകരിൽ ഒരാളോടൊപ്പം ഭാവനയ്ക്ക് തുടങ്ങാൻ സാധിച്ചു സിനിമാ ജീവിതം. അതിനെ എങ്ങനെയാണ് ഭാവന കാണുന്നത്? ഞാനിപ്പോൾ ഒരു 15 വർഷം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മേജർ ഒരു കോൺട്രിബ്യൂഷനും കമൽ സാറിൻ്റെ തന്നെയാണ്. കാരണം ഞാൻ ആദ്യ സിനിമ ചെയ്യുമ്പോൾ പരിമളം എന്നൊരു ക്യാരക്ടർ ആവാൻ എന്നെ സഹായിച്ച കമൽ സാർ, എനിക്ക് തോന്നുന്നു അത്രയും അന്ന് എനിക്ക് സാർ ഇത്രയും സീനിയറാണ് അല്ലെങ്കിൽ അതൊന്നും ഞാൻ ആലോചിച്ചിട്ടേ അല്ല. 15 വയസ്സുള്ള എനിക്ക് കമൽ സാർ ഒരു വലിയ ഡയറക്ടറാണ് എന്നല്ലാതെ കമൽ സാർ ഏതൊക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. കാരണം ആദ്യം ഈ എൻ്റെ കറുത്ത മേക്കപ്പ് ഇട്ടിട്ട് അങ്ങനെ പരിമളമാക്കിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫുൾ ഇത് പോയി, ഞാനിനി ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു സമയത്ത് കമൽ സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു നല്ല കഥാപാത്രമാണിത്. ഇങ്ങനെ കക്കുത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെ രേവതിയുടെ കഥാപാത്രം ഇഷ്ടമാണോ? അപ്പോൾ അതേ ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥാപാത്രവും മോൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതൊരു വലിയൊരു ഒരു എനർജി ബൂസ്റ്റാണ് നമുക്കത് കേൾക്കുമ്പോൾ. അങ്ങനെയാണ് ഞാൻ നമ്മൾ തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ വലിയ കാര്യമൊന്നുമില്ല. രേവതി അഭിനയിച്ചു, കാക്കുത്തിക്കാവിൽ ഇങ്ങനെ പലരും അഭിനയിക്കുന്നുണ്ടല്ലോ, ഒരു കഥാപാത്രമാണ് എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ പടം കഴിഞ്ഞിട്ട് ഭാവനയെ നമ്മൾ അങ്ങനെയായിരിക്കും ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്നൊക്കെ പറയുകയും ചെയ്തു. അതുപോലെ തന്നെയായിരുന്നു ഷൂട്ട്. അല്ല, റിലീസ് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ നല്ല അഭിപ്രായം വന്നു പടത്തിന്. പിന്നെ ഭാവന ഞാൻ ഈ റോളാണ് അഭിനയിച്ചതെന്ന് പറഞ്ഞ് ടി വിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല, മീഡിയ പോലും വിശ്വസിച്ചില്ല ഇത് തന്നെ ആ കുട്ടി തന്നെയാണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടോക്ക് ഷോയിലൊക്കെയാണ് ഒരു ഷോട്ട് എന്നാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. ഒരു ഷോട്ട് ചെയ്ത് നോക്കാം, കാരണം നാളെ സുഹാസിനി മാഡം ഒക്കെ ആയിട്ടുള്ളൊരു പിന്നെ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ കുട്ടി നെർവസ് ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവണം. അന്ന് ആദ്യത്തെ ഒരു ദിവസം ഫസ്റ്റ് ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞ് പോവുകയും അന്നത്തെ ആ ഒരു ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആവുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെയും ഒരു ഷോട്ട് എടുക്കുന്നു, പിന്നെയും ഒരു ഡയലോഗ് തരുന്നു. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ വരുമ്പോഴത്തേക്കും കമൽ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം, അതാണ് എൻ്റെ കോൺഫിഡൻസ്. അതുകൊണ്ടാണ് എനിക്കൊരു ചമ്മലില്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ എനിക്ക് ആ മൂവിയിൽ അഭിനയിക്കാൻ പറ്റിയത്. ഈ പറഞ്ഞ പോലെ സംസാരം ഭയങ്കര സ്പീഡാണ്, പിന്നെ തൃശ്ശൂർ സ്ലാങ് വല്ലാതെയുണ്ട്. അപ്പോൾ ഡബ് ചെയ്യാൻ ഭാവനയെ തന്നെ തീരുമാനിക്കാൻ കാരണം അതുകൂടിയാണോ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ പൊതുവേ ഈ പുതിയ കുട്ടികൾ വന്നവരെല്ലാവരും അവരെ സ്വന്തം വോയിസ് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ പടത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ പടത്തിലും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു ഭാവനയോട്, നീ തന്നെ ഡബ് ചെയ്താൽ മതി, കാരണം ആ സ്ലാങ്ങാണ് ആവശ്യം നമുക്ക്. പിന്നെ അത് മാത്രമല്ല, ആ ഇന്നസെൻസൊക്കെ വേറെ ആരും ഡബ് ചെയ്താലും പോവും, ഡബിങ് ആർട്ടിസ്റ്റ് ചെയ്താൽ പോവും എന്ന് പറഞ്ഞ് ഭാവന ചെയ്തു. പിന്നീട് പല പടത്തിലും ഭാവനയുടെ ശബ്ദം ഇല്ലാണ്ടായപ്പോൾ പലപ്പോഴും കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഭാവനയുടെ എന്തുകൊണ്ട് സ്വന്തം ശബ്ദം കൊടുക്കുന്നില്ല എന്ന്. ഇല്ല, അത് ഡയറക്ടർ വേണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ വേണ്ടെന്ന് പറയുന്നു എന്ന് പറയുന്ന
നമ്മൾ സമ്മതിക്കരുത്, നിൻ്റെ ശബ്ദം തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും പല സിനിമയിലും നമ്മൾ വേറെ ആളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. കാരണം ഞാൻ അത് തന്നെയാണ്, ഞാൻ ഒന്നാമത് കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. അപ്പം ഞങ്ങളുടെ സ്കൂളിലൊക്കെ കറക്റ്റ് ഈ തൃശ്ശൂർ സ്ലാങ് തന്നെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അപ്പോൾ എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അന്ന് ഞാൻ സംസാരിക്കുന്നത് വളരെ ഫാസ്റ്റാണ്. അപ്പോൾ എനിക്ക് 2 പേജിലെ ഡയലോഗൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തീർക്കുമ്പോൾ കമൽ സാർ ഇത് മുഴുവൻ പറഞ്ഞോ എന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. അത്ര ഫാസ്റ്റായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി തോന്നി. കാരണം ഡബ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വേണം. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ലിപ്പ് സിങ്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞാൻ ഇത്ര ഫാസ്റ്റായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കമൽ സാർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം ഇതാണ്, ഡയലോഗ് പറയുമ്പോൾ കുറച്ച് സമയമെടുത്ത് പറയാൻ ശ്രദ്ധിക്കണം. കാരണം നീ പറയുന്നത് നിനക്ക് ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇത് മലയാളികളായി എല്ലാവരും കാണുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. എന്താ കുട്ടി പറഞ്ഞതെന്ന് പറയാൻ പാടില്ല. അപ്പം അന്ന് തൊട്ട് ഞാൻ ഒരു എഫേർട്ട് എടുക്കുന്ന ഒരു കാര്യം ഇപ്പോഴും അത് തന്നെയാണ്. ഡയലോഗ് പറയുമ്പോൾ കുറച്ച് സമയമെടുത്ത്, അല്ലാതെ ഇങ്ങനെ പറഞ്ഞു പോവാതെ. അപ്പം അതെനിക്ക് കമൽ സാർ പറഞ്ഞു തന്നൊരു ടിപ്പാണ്. ഞാൻ ആളറിയാതെ ടീച്ചറിനെ ചീത്ത വിളിച്ച് ശ്യാമണ്ണ എന്റെ നാവ് പുഴുത്തു പോട്ടെ, അല്ലെങ്കിൽ ഓട്ടോന്ന് ഇറങ്ങുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ് നിർത്തി ചത്തു പോട്ടെ. സാറല്ലേ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഭാവന ചെറുപ്പത്തിൽ തന്നെ ചില സീനുകളൊക്കെ വീട്ടിൽ തന്നെ ചെയ്തു നോക്കാനൊക്കെ ശ്രമിക്കും. അപ്പം ആദ്യമേ ഒരു ആക്ട്രസ് ആവുന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അങ്ങനെയാണോ? ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് ആക്ട്രസ് ആവണമെന്ന് തന്നെയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ആക്ട്രസ് ആവുമെന്ന്, പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ സൂര്യപുത്രിക എന്നുള്ള സിനിമ കണ്ടിട്ട് അതിൽ അമലയുടെ ക്യാരക്ടർ ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. ഞാനൊരു സമയത്ത് അതാണ് ഞാൻ എന്ന് പറഞ്ഞ് നടന്നിരുന്നത്. ചെറിയ കുട്ടിയാണ്, എന്നിട്ട് അത് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു എനിക്ക് ആ ക്യാരക്ടർ. ആ സിനിമയിൽ എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു, പ്രധാന കഥാപാത്രങ്ങൾ ചെയ്ത എല്ലാവരും തന്നെ. അപ്പോൾ അവർക്ക് ആ സെറ്റിൽ അതൊരു കംഫർട്ടബിൾ ആയിരുന്നോ? തീർച്ചയായും അവർ ഒരു എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ആ സിനിമ ചെയ്തത്. പ്രത്യേകിച്ചും കോളേജിലൊക്കെയാണല്ലോ കൂടുതൽ ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയറിൽ അവരും ആ ഏജല്ലേ, കുട്ടികളല്ലേ എല്ലാവരും. അപ്പോൾ അവർ ഒരു കോളേജിൽ പഠിക്കുന്ന മാതിരിയാണ് സിനിമ ഷൂട്ടിങ്ങിൽ വരുന്നത്. അല്ലാതെ അവർക്ക് അതിൻ്റെ സ്ട്രെസ്സൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രധാന കഥാപാത്രങ്ങളോടൊപ്പം തന്നെ കുറേ കുട്ടികൾ അതിൽ അഭിനയിക്കുന്നുണ്ട്. ഇതിലെല്ലാം കുറേ പേര് ഓഡിഷനിലൂടെ വന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം കുട്ടികളാണ് നമ്മുടെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി അവർ പരസ്പരം ഫ്രണ്ട്സ് ആവുകയും അവർക്കിടയിൽ ഒരു സൗഹൃദം വളർന്നു വരികയൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും എനിക്ക് ആ കെമിസ്ട്രി നന്നായിട്ട് സിനിമയിൽ വർക്കൗട്ടായെന്നുള്ളൂ. ഞങ്ങളിങ്ങനെ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെർച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഭരതേട്ടൻ്റെ മോൻ എന്നുള്ള രീതിയിൽ സിദ്ധാർത്ഥ കുട്ടിക്കാലം മുതലേ എനിക്കറിയുന്നതാണ്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് വളരെ അടുപ്പമുണ്ടായിരുന്നു. ലളിത ചേച്ചിയുടെ മോൻ ഒരു ഫോട്ടോഗ്രാഫ്, അതായത് ഭരതേട്ടൻ്റെ മോളുടെ ശ്രീകുട്ടിയുടെ കല്യാണത്തിൻ്റെ ഒരു സ്റ്റില്ല്, ലളിത ചേച്ചിയും ശ്രീകുട്ടിയും സിദ്ധാർത്ഥവും കൂടെ നിൽക്കുന്ന സ്റ്റില്ലിൽ ആ ഫോട്ടോ എന്നെ കാണിക്കുന്നത് കലവൂർ രഘുമാർ, അതിൻ്റെ തിരക്കഥാകൃത്ത്. ഭരതേട്ടൻ്റെ മോനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പോഴാണ് അങ്ങനെ ചിന്ത എനിക്ക് ആദ്യമായിട്ട് വരുന്നത്. ആ ഫോട്ടോ കണ്ടപ്പോഴേ ഇവരൊന്ന് ആലോചിച്ചാലോ. ഇതിനിടയിലാണ് ജിഷ്ണു, അത് രാഘവേട്ടൻ ഇങ്ങോട്ട്, ഞാൻ പുതുമുകൾ ആവശ്യമുണ്ടെന്ന് പോലെ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പരസ്യം കണ്ടിട്ട് രാഘവേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ മകനുണ്ടാവില്ല. അന്ന് ഡൽഹിയിലാണ് ജിഷ്ണു, എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് ഇപ്പോൾ ഡൽഹിയിലാണ്, ഒരു ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കമ്പനി, ഞാനൊരു ഫോട്ടോഗ്രാഫ് അയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ അയച്ചു. അദ്ദേഹം ഫോട്ടോ അയച്ചപ്പോഴാണ് ഞാൻ ജിഷ്ണുവിനെ കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ല ജിഷ്ണുവിനെ. ആ ഫോട്ടോയിലൂടെയാണ് കണ്ടപ്പോൾ എനിക്ക് നല്ല കൗതുകം തോന്നി. അവർ കണ്ടപ്പോൾ എന്താ പറയുക, നല്ല ഹാൻഡ്സമായിട്ടുള്ളൊരു ബോയ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, രാഘവേട്ടനോട് കുറച്ചൊന്ന് വരാൻ പറയുമെന്ന് ചോദിച്ചു. അങ്ങനെ ജിഷ്ണു വന്നു. സിദ്ധും ജിഷ്ണുവും ഏകദേശം ഒരേ സമയത്താണ് തൃശ്ശൂർ ഞങ്ങൾ വരുത്തിയത്. 2 ദിവസം അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കിടയിൽ ഈ പറഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് തന്നെ എന്നിട്ടാണ് അവരുടെ ഫോട്ടോസൊക്കെ എടുക്കുകയും ഓഡിഷനൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ, വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. അതിനുശേഷമാണ് ഭാവനയെ നമ്മൾ ഫിക്സ് ചെയ്തത്. ഞാൻ ഇയാളെ പരിചയപ്പെട്ടില്ലല്ലോ. പരിമളന്ന പേരല്ലേ? ഈ കോളനി മൊത്തം പരിമളം പരത്തുന്ന ഇവളാ. നീ കുളിച്ചിട്ട് എത്ര കൊല്ലായിട്ട്? ടീച്ചറേക്കിനോട് ഞാനൊന്നും പറയണില്ല. ജിഷ്ണു ഇപ്പോൾ നമുക്കറിയാം, ജിഷ്ണുവിന്റെ കാര്യം പറഞ്ഞു എന്നോട് ചോദിക്കുകയാണ്. പിന്നീട് ഒരു വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം ചിരിച്ചുകൊണ്ട് ലൈഫിനെ നേരിട്ട് അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തൊരു വ്യക്തി കൂടി. അപ്പോൾ ആ സന്ദർഭങ്ങളെല്ലാം സാറായിട്ട് കോൺടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ ജിഷ്ണുവിൻ്റെ അവസാന നാളുകൾ വരെയും വളരെ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. പലതവണ ജിഷ്ണുവിൻ്റെ വീട്ടിൽ പോയി ജിഷ്ണുവിനെ കാണുകയൊക്കെ ചെയ്തതാണ് ആ സമയത്ത്. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മൾ വളരെ സങ്കടത്തോടുകൂടിയാണ് ജിഷ്ണുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. എങ്ങനെ അവനെ ഫേസ് ചെയ്യും. ഇപ്പോൾ ഇവൻ രാഘവേട്ടനെ ഫേസ് ചെയ്യാൻ പോലും എനിക്കൊരു വിഷമമായിരുന്നു. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സ്. ആ വിഷമയൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിരിക്കുന്ന മുഖത്തോടുകൂടി നമ്മളെ സ്വാഗതം ചെയ്യും. ഞാനും വൈഫും കൂടി ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് ജിഷ്ണുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്കത് മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ കാറ് നിർത്തി ഗേറ്റിൽ ചെന്ന് നിന്നിട്ട് ഗേറ്റിൽ തട്ടി. അപ്പോൾ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേക്കുക. അകത്ത് ആരും ഇല്ലാതെ വിചാരിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഞങ്ങൾ നിന്ന് തിരിച്ചു പോയാലെന്ന് വെച്ച് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഫ്രണ്ട് ഡോർ തുറന്നു വരുന്നത് ജിഷ്ണുവാണ്. അപ്പോൾ ട്യൂബൊക്കെ കഴുത്തിലിട്ടുണ്ട്.
അങ്ങനെ നേരെ വന്ന് ജിഷ്ണു തന്നെയാണ് ഗേറ്റ് തുറക്കുന്നത്. എൻ്റെ വൈഫ് ഇങ്ങനെ ആകെ ഇങ്ങനെ നിന്നിട്ട് വൈഫ് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞപ്പോൾ തന്നെ വല്ലാതായി. പക്ഷേ ജിഷ്ണു വളരെ ചിരിച്ചിട്ട് ഞങ്ങളെ അകത്തോട്ട് ക്ഷണിക്കുകയും അപ്പോൾ അവന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഇരുന്ന് പിന്നെ ജിഷ്ണു അപ്പോൾ തന്നെ അകത്തിരുന്നിട്ട് നോട്ട്ബുക്കും പെന്നെടുത്തിട്ട് എഴുതിയാണ് സാർ എവിടെ വരുന്നത് എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചിട്ട് നോട്ട്ബുക്കിലാണ് കാണിക്കുന്നത് ആദ്യം. അപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് രാഘവേട്ടനും വൈഫൊക്കെ വരുന്നത്, അവരവിടെ പുറത്തു പോയിക്കായിരുന്നു. അപ്പോൾ ആ സമയം മുഴുവൻ ജിഷ്ണു ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ നോട്ട് ബുക്കിലൂടെയായിരുന്നു. പിന്നീട് പലതവണ ഞാൻ അപ്പോഴാണ് ഈ അസുഖത്തിന് ശേഷം ഞാൻ ആദ്യം കാണുന്നത്. കാരണം ബാംഗ്ലൂർ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരുന്നില്ല, ആ സമയത്ത് കണ്ടിരുന്നില്ല. പിന്നീട് എപ്പോഴും കാണും. പിന്നീട് പലതവണ കണ്ടു. അപ്പോഴൊക്കെ തന്നെ ഒരിക്കലും ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് ലൈഫിനോടുള്ളത് വിടാത്തൊരു ഒരാളായിരുന്നു. അതാണല്ലോ ജിഷ്ണുവിനെ നമ്മൾ ഇപ്പോഴും ഓർക്കുമ്പോൾ നമ്മൾ, കാരണം ഒരുപാട് പേരെ പ്രചോദിപ്പിച്ച ഒരാളാണ് ജിഷ്ണു. അവൻ്റെ ജീവിതം അത്രയും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും അവൻ അതൊന്നും ഇല്ലാതെ ഭാവിക്കുകയും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഇടപഴകിയ ഒരാൾ കൂടിയാണ്. അതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ചെറുപ്പക്കാരന് അങ്ങനെ ആവാൻ കഴിയാം, അതും ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്ന, ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അവസാന നിമിഷം വരെയും ചിരിക്കുന്ന മുഖത്തോടുകൂടി എല്ലാവരും ഫേസ് ചെയ്യാൻ കഴിയുന്നത്. ഒരിക്കലും താനൊരു രോഗിയാണെന്ന് അവസാന ബെഡിൽ കിടക്കുമ്പോൾ പോലും സമ്മതിച്ചു തരാനായിട്ട് ജിഷ്ണുവിന് മനസ്സനുവദിച്ചിരുന്നില്ല. എനിക്ക് വല്ലാത്തൊരു നഷ്ടമാണ്. കാരണം അങ്ങനെയുള്ള നന്മയുള്ള ആൾക്കാർ സിനിമയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് സമകാലീന മലയാള സിനിമ നമ്മളെ ഭീതിയോടെ നോക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ, എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് ഞാൻ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. ജീവിതത്തിലുണ്ടാകുന്ന മറ്റു പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ അത് നമുക്ക് സംഭവിക്കേണ്ടത് സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഭാവന ആദ്യം ചെയ്തതെല്ലാം ഭയങ്കര ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അങ്ങനെ ഒന്ന് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു അഭിനയ മികവ് പുറത്തെടുക്കാൻ പാകത്തിന് കഥാപാത്രങ്ങൾ കിട്ടിയില്ല, ആ ഒരു രീതിയിലേക്ക് എപ്പോഴും കുറുമ്പും കുസൃതിയൊക്കെയായി നടക്കുന്ന ഒരു കഥാപാത്രങ്ങൾ മാത്രം കിട്ടിയ ഒരു നടിയായി പോയി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നത് അത് പല നടികൾക്ക് മാത്രമല്ല നടന്മാർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതെല്ലാ ഭാഷയിലും ഉണ്ട്. മലയാളത്തിൽ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു കഥാപാത്രത്തെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എല്ലാവരും അത്തരം സിനിമകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവരെ അങ്ങ് മാറ്റുക എന്നുള്ളൊരു അവസ്ഥയുണ്ട്. പക്ഷെ അതിൽ നിന്ന് അവരും കൂടി ശ്രമിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു കുറ്റമായിട്ട് പറയല്ല. എനിക്ക് ഈ ടൈപ്പ് കാസ്റ്റിന് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള തീരുമാനമെടുത്ത് വേറെ റോളുകളിലേക്ക് ശ്രദ്ധ ചെലുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. അത് ഇനി ചെയ്യാൻ അവർക്ക് ഇനി പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെട്ട മറ്റ് കഥാപാത്രങ്ങൾ ഇത്രമാത്രം ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആക്ട്രസ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരു മോഡൽ മനസ്സിൽ വെക്കാറുണ്ടോ? അങ്ങനെ ഒരാളല്ല, എനിക്ക് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ രേവതി, അല്ലെങ്കിൽ മഞ്ജു വാര്യർ, ശോഭന, ഉർവശി, പിന്നെ KPSC ലളിത, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ മലയാളത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ശോഭ. അപ്പോൾ അതിനെ ഒരാളെ എടുത്തിട്ട് എനിക്ക് മോഡൽ എന്ന് പറയാൻ പറ്റില്ല. ഇവരെല്ലാവരുടെയും ടാലൻറ്റിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഇവരുടെ എല്ലാവരുടെയും സിനിമ കാണുന്ന ആളാണ് ഞാൻ. പിന്നീട് സാറിനൊപ്പം തന്നെ സ്വപ്നക്കൂട് ചെയ്തു. അപ്പോൾ സാറിന് അപ്പോൾ തന്നെ ഒരു വിശ്വാസം വന്നിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ കമൽ സാർ പറയുമായിരുന്നു നല്ല മൂവികൾ സെലക്ട് ചെയ്ത് ചെയ്യണം, പിന്നെ എടുത്തു ചാടി അതും ഇതും ചെയ്യരുത്, ആലോചിച്ച് ചെയ്യണം എന്നൊക്കെ പറയും. പിന്നെ അതിനുശേഷവും കമൽ സാറിൻ്റെ 2 സിനിമകളിലേക്ക് എനിക്ക് ക്ഷണം വന്ന സമയത്തൊന്നും എനിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് തെലുങ്കും തമിഴിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1-2 ദിവസം എടുക്കുന്ന പോലെ ആയിരുന്നില്ല. നമുക്കൊരു ബൾക്കായിട്ടൊരു 40 days വേണമെങ്കിൽ എനിക്കത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതെനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു വിഷമമാണ് മനസ്സിൽ. ഞാൻ കണ്ടില്ല കേട്ടോ. അതെനിക്കറിയാൻ മേലേ. കണ്ടെങ്കിൽ ഉടനെ മാമന് മോളുടെ വക ഒരു ചക്രവത്ത് ഉറപ്പല്ലേ. ഞാൻ ഈ ഫുഡൊന്നും എത്തിക്കട്ടെ, ഇന്ന് ഗസ്റ്റ് ഉള്ളതല്ലേ. ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ ഒരു കുറ്റബോധം, ഒരു മുഴുനീള പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഭാവനയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇന്നും എൻ്റെ ഒരു ഗിൽറ്റായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പല കാരണങ്ങളാലായിരിക്കാം. ഈ പറയുന്ന മാതിരി നമുക്കും അങ്ങനെയാണല്ലോ, ഒരു കഥാപാത്രം അങ്ങനെ ഒത്തുവരുമ്പോഴാണല്ലോ നമ്മൾ ആ ആർട്ടിസ്റ്റിനെ വിളിക്കുക. ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാവില്ല, അതായിരിക്കും. സ്വപ്നക്കൂടി നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു മേളമാണ് സിനിമ. ആ സെറ്റും അങ്ങനെയൊക്കെ തന്നെയായിരുന്നോ? പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും എല്ലാവരും അങ്ങനെയായിരുന്നു. ഇവരൊക്കെ അന്ന് തുടക്കക്കാരുമാണല്ലോ. അപ്പോൾ പൃഥ്വിരാജായാലും ജയസൂര്യയൊക്കെ തന്നെ ഈ അവരുടെ കരിയർ ആരംഭിച്ച ആ കാലഘട്ടത്തിൽ തന്നെയാണ് സ്വപ്നക്കൂട് വരുന്നത്. അതിൽ കുറച്ച് സീനിയർ എന്ന് പറയാനായിട്ട് ചാക്കോച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീരയുടെയും ആദ്യകാല സിനിമകളിലൊന്നാണല്ലോ.
ഭാവനയും ഓഫ് കോഴ്സ്. അപ്പോൾ ആ ഒരു ടീമും നല്ല കുസൃതി കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഒരു ന്യൂജൻ്റെയൊക്കെ തുടക്കകാലമായിരുന്നു പറയാം. ഞാൻ ഇപ്പോൾ ഡയറക്ടർ ന്യൂജൻ അല്ലാതുകൊണ്ടായിരുന്നതായിരിക്കാം ആ രീതിയിൽ അത് പറയപ്പെടാത്തത്. ഇപ്പോൾ ഞാനും തുടക്കക്കാരനായിരുന്നു, ഒരു ന്യൂജൻ രീതിയിലേക്ക് പറഞ്ഞാലായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മളായാലും ശരി, സ്വപ്നക്കൂടും അത്തരം സിനിമകളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ ഒരു ന്യൂജൻ സിനിമകളായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കെട്ടിയെടുത്തിട്ടുണ്ട് ആ ശൃംഗാരമൂരി ഫിലിപ്പോസ്. ചെന്ന് ചാടിക്കൊടുത്തല്ലേ അയാളുടെ മുമ്പില്? മുങ്ങാൻ തുടങ്ങിയതും മാമന്റെ ചക്കരമോളെന്ന് വിളിച്ച് ചാടി വീണ് അയാളുടെ ഒരു വാത്സല്യം. പോട്ടെ, അയാൾ ഒരു പാവ. സ്നേഹപ്രകടനം ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. അത് പിന്നെ നിങ്ങളുടെ അച്ഛന്റെ പഴയ ചങ്ങാതി എന്നുള്ളൊരു അധികാരം കാട്ടില്ല. എന്ന് വെച്ച് വലുതായാലും അതുപോലെ തന്നെ പെരുമാറണോ? നീ ഇട്ട പേര് കറക്റ്റാ, ശൃംഗാരമൂരി. പൊതുവെ സാറ് ഒരു കഥ പറഞ്ഞിരുന്ന രീതി അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് എത്തിക്കുന്ന രീതി ഉണ്ടാവും. അതെങ്ങനെയാണ്? ഓരോ സംവിധായകനും അത് വ്യത്യസ്തമായിരിക്കുമല്ലോ. അത് കമൽ സാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? കമൽ സാർ നമുക്ക് സീൻ അത് പറഞ്ഞു തരും കറക്റ്റായിട്ട്. എന്നിട്ട് കമൽ സാർ നമുക്കൊരു സ്പേസ് തരികയാണ് പെർഫോം ചെയ്യാൻ. ഇതിപ്പോൾ നീ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, അത് ഒന്നാമത് പരിമളം എന്ന കഥാപാത്രം നല്ല തൃശ്ശൂർ സ്ലാങ് വേണം. അപ്പോൾ കമൽ സാർ നീ അതെങ്ങനെയാണ് പറയണേ വെച്ചാൽ അതങ്ങ് നാച്ചുറലി പറഞ്ഞാൽ മതി. അപ്പം നമുക്കൊരു സ്പേസ് തരുമ്പോൾ അത് വല്ലാത്തൊരു ഫ്രീഡം ആണ് ഒരു ആർട്ടിസ്റ്റിന്. കമൽ സാർ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യില്ല. ഇത് ഈ ഡയലോഗ് ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ ഈ ഡയലോഗ് പറയുമ്പോൾ കൈ അവിടെ വെക്കണം, അങ്ങനെയൊന്നും പറഞ്ഞു തരുന്ന ഒരാളല്ല. അപ്പം നമുക്ക് അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആകുമ്പോൾ നമ്മൾ ലിമിറ്റഡ് ആയിരിക്കും, പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവില്ല. ഇത് നമുക്ക് സ്പേസ് എന്ന് നീ ഈ ക്യാരക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ആ സ്പേസിൽ നമ്മളെ പെർഫോം ചെയ്ത് എന്നിട്ട് വേണ്ട കറക്ഷൻസ് തരുന്ന ഒരാളാണ് കമൽ സാർ. അപ്പോൾ അത് അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാവും. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്വാതന്ത്ര്യം എന്നൊക്കെ പറയില്ലേ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, നമുക്കപ്പോൾ ഇത് ചെയ്ത് നോക്കാം എന്നുള്ളൊരു കാര്യം. എല്ലായിടും കൊടുത്തോ? ആ ലെസ്ലി സാഹിബിന്റെ വീട്ടിലേ ചെമ്പുകലം ചളങ്ങിയ പോലത്തെ മോന്തയായിട്ടൊരു മതാമത്തള്ള പൂ കൊടുത്ത പറയാതെ ഞാനൊന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു പോയി. എന്റെ അമ്മോ, അതിനാ സാധനം മോന്തയും കയറ്റി വെച്ചൊരു നിപ്പ്. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഞാൻ മലയാളത്തിൽ കുറെ ചീത്തയങ്ങ് പറഞ്ഞു. അതിന് വട്ട ആണോ? അതാ അവസാനം താങ്ക് യു പറഞ്ഞത്. നിരവധി ഭാഷകളിലേക്ക് ഭാവന പോകുമ്പം ആദ്യ സംവിധായകൻ എന്ന നിലയിൽ കമൽ സാറിന്റെ അഭിപ്രായമൊക്കെ തേടാറുണ്ടോ? എങ്ങനെയാണ് വിളിച്ച് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ അന്ന് മൂവി ചെയ്യാൻ നേരം ഞാൻ അടുത്ത മൂവി ഞാൻ ഇതാണ് സാർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്തത് ഇതാണ് എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ കമൽ സാറിനെ പോലെ ഒരാളെയും ഞാൻ അങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇനി ഈ സിനിമയാണ് ചെയ്യാൻ പോകുന്നത്, ഈ സിനിമയാണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് കാണുമ്പോഴും ഒക്കെ കമൽ സാർ, എനിക്ക് തോന്നിയിട്ടുള്ളത് കമൽ സാർ ഹാപ്പിയാണ് എന്നുള്ള ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കൂട്ടത്തിൽ ആ കുഞ്ഞുഞ്ഞു മാത്രമല്ല ഒരു ബോറൻ. വേണമെങ്കിൽ അയാളെ വേണ്ടെന്ന് പറയാം, ബാക്കി രണ്ടുപേരോട് താമസിപ്പിക്കാം അല്ലേ? അല്ല, അത് അന്ന് അയാളാ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. വൃത്തികെട്ടവൻ, പരമനാറി, സാമദ്രോഹി. അത് പിന്നെ അയാൾ വെറുതെ തമാശക്ക്. തമാശക്ക്? എങ്ങനെ 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 തമാശക്ക്? നീ വേഗം റെഡിയാ, സ്കൂളിൽ പോ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോവാം. തീരുമാനം വളരെ പോസിറ്റീവായിട്ടും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അത് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ എവിടെയും നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ് ഇടിച്ചു കയറി സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇടിച്ചു കയറിയിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ടാണ് മറ്റു ഭാഷകളിലൊക്കെ തന്നെ ഭാവനയ്ക്ക് സക്സസ് ആകാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും കന്നഡ സിനിമയിൽ ഭാവനയുടെ സാന്നിധ്യം വളരെ ശക്തമാണ്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും തിരക്കുള്ള നായിക തന്നെയായിരുന്നല്ലോ ഭാവന. അപ്പോൾ അത് നല്ല ഭാവനയുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അതിൻ്റെ ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് ഇപ്പൊ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കാല് തല്ലി ഓടിക്കാനല്ല. പിന്നെ ഫ്രണ്ട്സിനെ കൂട്ടണ്ടാന്ന്, ഒറ്റയ്ക്ക് വന്നാ മതിന്ന്. അയ്യോ, ഞാനും വേണ്ടാന്നാ ചേച്ചി പറയണത്. എന്ന് വെച്ചാ നിങ്ങൾ രണ്ടുപേരും മാത്രം മതിന്ന്. അതെന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ആ, എന്തെങ്കിലും ആവട്ടെ, അത് ആലോചിച്ച് തലപുണ്ണാക്കാനൊന്നും എനിക്ക് വയ്യ. അപ്പൊ വരുമോ മിസ്റ്റർ കുഞ്ഞു? സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല, എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഇതാണ്. കാരണം കരിയർ നിലനിർത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും നടികളെ സംബന്ധിച്ചോളം. അവരുടെ സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പോൾ 15 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവായിട്ട് എനിക്ക് തോന്നുന്നത്. മലയാളത്തിലല്ല ഏത് ഭാഷയിലായാലും ഒരു നായികക്ക് അത്രയും കാലം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. 2-3 കാര്യമുണ്ട് ഭാവനയുടെ കാര്യത്തിൽ. ഒന്ന്, ഭാവന ഇപ്പോഴും അതേപോലെ യങ്ങായിട്ട് നിൽക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യം. ഭാവനയുടെ ഫിസിക്കും കാര്യങ്ങളൊക്കെ അതേപോലെ ഭാവന മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മുഖത്ത് ആ കുസൃതി കുട്ടിത്വമൊക്കെ ഉള്ളത് തന്നെയാണ് ഭാവനയുടെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട്. ഇനിയും ഒരു 10 വർഷം ചിലപ്പോൾ ഭാവനയ്ക്ക് അതേപോലെ നായികയായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മുഖത്ത് ആ കുസൃതി തന്നെ ഇരിക്കാൻ കാരണം. ഒപ്പം ഹാർഡ് വർക്ക്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഹാർഡ് വർക്ക്. ഇനി തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളിൽ കുറച്ചും കൂടി കാലത്തിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഒരു പക്വത വരുമ്പോൾ നമുക്ക് പക്വതയുള്ള കഥാപാത്രങ്ങളിലേക്ക് മാറാൻ കഴിഞ്ഞാൽ ഭാവനയ്ക്ക് വലിയൊരു സ്പാൻ നല്ല രീതിയിലേക്ക് ഇനിയും സിനിമയിൽ നിലനിൽക്കാൻ കഴിയും.
ജീവിതത്തിലുണ്ടാകുന്ന മറ്റ് പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ അത് നമുക്ക് സംഭവിക്കേണ്ടത് സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, നമ്മുടെ അംബീഷൻസ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. ഭാവന എന്ന് പറയുന്ന ആക്ട്രസിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം ശക്തിയായി നിലനിൽക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള ധൈര്യം ഭാവനയ്ക്കുണ്ട്, ഭാവനയ്ക്ക് അതിന് കഴിയും എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഒരു വലിയ കരുത്തിൻ്റെ ഒരു സിമ്പിൾ കൂടിയാണ് ഇപ്പോൾ മലയാളികൾക്ക് ഭാവന. അങ്ങനെ സ്ത്രീകളോട് ഭാവനയ്ക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു വലിയ ഒരു ഉപദേശമൊന്നും തരാനുള്ള വാക്കുകൾ എനിക്ക് അറിയില്ല. പക്ഷേ എന്നും പറയാനുള്ളത്, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാതെ അതിനെ ഇപ്പോൾ പലരും ഈ വാക്കുകളിൽ വെച്ച് മുദ്ര കുത്തുമായിരിക്കും, അഹങ്കാരി അല്ലെങ്കിൽ തൻ്റെടി. അത് കേട്ട് ഇനിയിപ്പോൾ ഇവരെന്ത് പറയും അവരെന്ത് പറയും, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് മുൻപ് തൊട്ടേ. എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് എപ്പോഴും എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. അല്ലാതെ ഞാൻ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ, എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, അത് ഞാൻ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് സംസാരിക്കാറ്. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഇത് എനിക്കറിയില്ല, അത് അവരവരുടെ, അതായത് ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെയും കീഴിൽ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് അത് നമ്മൾ മോശമായി ഒന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.